ഇതാണ് ഏറ്റവും പ്രസിദ്ധമായ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് ഈ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം ഉള്ളത്. രണ്ട് കൂറ്റൻ ആൽമരങ്ങൾ. ആ ആൽമരങ്ങളുടെ വേരുകൾ പരസ്പരം വാരിപ്പുണർന്ന് ഒരു പ്രകൃതി ക്ഷേത്രം. പ്രത്യേക ശ്രീകോവിലോ പൂജാരിയോ അതൊന്നുമില്ല. ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ഇവിടെ കയറാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ആൽമരം നൽകുന്നൊരു വല്ലാത്തൊരു ഫീലുണ്ട്. ഇവിടെ വിശ്വാസപ്രകാരം പരമശിവൻ കാട്ടാള രൂപം പൂണ്ടിട്ടൊരു കറുപ്പുസ്വാമിയായെന്നും അതാണ് ഇവിടുത്തെ മൂർത്തിയെന്നുമാണ്. കറുപ്പുസ്വാമി ക്ഷേത്രം എന്നതിന് പറയുക, ചിങ്ങൻചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇതിനടുത്തൊരു ചിറയുണ്ട്. ആ ചിറ ഉള്ളത് കൊണ്ടായിരിക്കണം ഇതിന് ചിങ്ങൻചിറ എന്നൊരു പേര് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക പൂജാരിയോ ശ്രീകോവിലൊന്നും ഇല്ല. ഓരോരുത്തർക്ക് ഇപ്പോൾ വീട് നിർമ്മിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഒരു വീടിൻ്റെ രൂപം കൊണ്ട് കൊടുക്കും. അങ്ങനെ കുട്ടികളില്ലാത്ത ആളുകൾ ഒരു തൊട്ടിലിൻ്റെ രൂപം, അതൊക്കെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ പ്രാർത്ഥിച്ചാൽ അവരെ പ്രാർത്ഥന ഫലമാകും എന്നുള്ളതാണ് വിശ്വാസം. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒടിയൻ, കളിയാട്ടം, അതേപോലെ കുഞ്ഞിരാമായണം, പിന്നെ പെരുങ്കളിയാട്ടം, ഇങ്ങനെയുള്ള വലിയ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. കറുപ്പുസ്വാമി എന്ന് പറയുന്ന ആ മൂർത്തിക്ക് വേണ്ടിയിട്ട് ആടുകളെയും കോഴികളെയും ഒക്കെ ബലി കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ അത് ബലി കൊടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ താഴെ ഭക്ഷണം പാചകം ചെയ്തിട്ടാണ് ആ മൂർത്തിക്ക് നിവേദ്യമായിട്ട് കൊടുത്തിട്ട് ആളുകളത് കഴിച്ചിട്ട് പോകും. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടെ ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു വൃത്തിഹീനമായിട്ട് കണ്ടപ്പോൾ സങ്കടം തോന്നി. തൊട്ടടുത്തുള്ളത് നെല്ലിയാമ്പതി മലനിരകളാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിങ്ങനെ കാണാം. അപ്പോൾ അത്തരമൊരു സ്ഥലത്ത്, നല്ല പുണ്യമുള്ളൊരു സ്ഥലത്ത് ഈ രീതിയിൽ ഒട്ടും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ഒരു ഭക്ഷണാവശിഷ്ടങ്ങളും മദ്യക്കുപ്പികളൊക്കെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. മലയാളികളാണ് എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ഇത്തരം സ്ഥലങ്ങളുടെ പുണ്യത്തിനപ്പുറം അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന എങ്ങനെയെന്ന് ആലോചിക്കുന്ന ആളുകളാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സങ്കടം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ഭാഗത്ത് മുമ്പ് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ആ ഒരു വിവരങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ആൽമരങ്ങൾ എന്നുള്ളത് സത്യത്തിൽ വല്ലാത്തൊരു ഓക്സിജൻ നമുക്ക് നൽകുന്നൊരു മരമാണ്. ഇതിനൊക്കെ വലിയ സൂഫി ഭാവ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഇവിടെ പറയണില്ല. കണ്ടില്ലേ ആ ചിങ്ങൻചിറയിലെ ആ ഒരു ചിറ, ആ ചിറ കാരണമാണ് ഇതിന് സത്യത്തിൽ ചിങ്ങൻചിറ എന്നുള്ളൊരു പേര് വരാൻ കാരണം. ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒരു ബാഡ് സ്മെല്ലും പിന്നെ മദ്യക്കുപ്പികളും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ അങ്ങോട്ട് തോന്നില്ല. അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് ഈ നെല്ലിയാമ്പതി മലനിരകൾ കാണാം. അപ്പോൾ ഓക്കെ, നിങ്ങളിവിടെ വന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് താഴെ ഷെയർ ചെയ്യണേ.